ഇവനൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടണ പോത്ത് കണക്കായിട്ട് എന്തെങ്കിലും ഒരു വിചാരം വേണ്ടേ? രഞ്ജി രഞ്ജി ആ ഇതാരീ മനുവാ? രഞ്ജി കൊടുത്തമ്മേ എവിടെ പോനി? ഓനടി പോണ്ട് ഇവിടെ തന്നെ ഉണ്ടാവും, ഞാൻ നോക്കിട്ട് വരാം. ഒറ്റ ചവിട്ടിയാ നിന്നെ അപ്പുറത്തെ ഹോട്ടലിലേക്ക് എത്തിക്കും. ഓന്റെ ഒരു ഫോൺ വിളി. അമ്മ ഞാൻ മനുവിനെ ഫോൺ വിളിക്കുന്നു. ഇതാരും പിന്നെ നിന്റെ അച്ഛനാ? ഇവനപ്പം വന്നിനി. മോനെ കൊറേ ലീവ് ഉണ്ടാ? ലീവ് നാളെ തീരും. ഞാൻ കുറച്ചും കൂടി ലീവ് കൂട്ടിയെടുത്തു. എന്നാലും എനിക്കൊരു സമാധാനം കിട്ടും. ഇത്രയും ദിവസം കിട്ടാത്ത സമാധാനം ലീവ് കൂട്ടിയെടുത്താ കിട്ടുക? ഏ മനു, ഈ പൊട്ടനോടൊന്നും നീ വർത്താനം പറയാൻ നിക്കട്ടെ. അതിന് ഇനി എന്തെങ്കിലും അറിയണ്ടേ? അതിന് നിങ്ങൾക്ക് എന്നറിയില്ല, എന്നോട് ദേഷ്യം പിടിച്ചാട് നേരെ പടിഞ്ഞാറ്റിൽ പോയിട്ട് എന്തെല്ലോ പറയും, എന്നാലും സമാധാനാവൂലു. അതാ അതെ, അതറിയണമെങ്കിൽ എപ്പെങ്കിലും ഒന്ന് ഇതിന്റെ ഉള്ളിൽ കേറി നോക്കണം. എന്നാ പിന്നെ കേറി നോക്കിയിട്ട് തന്നെ കാര്യം, അറിയണല്ല. മെയ് 5, 6, 7, 8 എന്റെ ദൈവേ. 5, 6, 7 അതെടാ, സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു കളിയാട്ടല്ലേ വരുന്നത്. നമ്മളെ കരക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം. എന്റെ മനു, ഞാനിതറിഞ്ഞോ? മൂവാണ്ട് കളിയാട്ടും, ജനപ്രവാഹം, എന്തെല്ലാം പരിപാടിയെന്ന് ഓരോ ദിവസവും. അതുകൊണ്ടാണ് ഞാൻ ലീവ് നീട്ടിനി. കരക്കയിലെ ഭഗവതിയുടെ ദർശനം കിട്ടാണ്ട് എനിക്ക് അങ്ങനെ പോകാൻ പറ്റുവാ? അമ്മേ പൂവനെ എന്റെ 2 മക്കളെ കയ്യും പിടിച്ചിട്ട് മെയ് 5, 6, 7, 8 ശ്രീ കർക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഞങ്ങളുണ്ടാവും.